ശ്രീ പ്രദീപിള്ള. ജമ്മു കാശ്മീരിലെ സാംബയിലും രജൌരി, അഗ്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലുമാണ് വീണ്ടും പാക് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. എത്ര കിട്ടിയാലും കണ്ടിട്ടും കൊണ്ടിട്ടും പാഠം പഠിക്കാത്ത പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം ആവർത്തിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും കെ പി, ഇന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്മാരുടെ ചർച്ചയിൽ ഇത്തരം ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാവില്ല എന്നുള്ള ഒരു ധാരണയുണ്ടായത്. പക്ഷെ ഇന്ന് തന്നെ ഇതിനകം ഡസൻ കണക്കിന് ഡ്രോണുകളാണ് സാംബ, അതായത് ഈ ജമ്മു സെക്ടറിലെ സാംബ, അതുപോലെ അഖ്നൂർ, രജൌരി ഈ തുടങ്ങി പടിഞ്ഞാറൻ അതിർത്തിയിലെ, ഭാരതത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലെ വിവിധ മേഖലകളിലായി ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇവ ആയുധധാരികളായ ഡ്രോണുകൾ തന്നെയാണ് എന്ന് സൈനിക വൃത്തങ്ങൾ ഈ സ്ഥിരീകരിക്കുന്നുണ്ട്. ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇവയെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുന്നു, വെടിനിർത്തൽ ഇരു രാഷ്ട്രങ്ങളും പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം അത് അവലോകനം ചെയ്യാനും അത് തുടരാനും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമാകുന്നു. അതിനുശേഷമാണ് 8 മണിക്ക് ശേഷം, രാത്രി 8 മണി വരെ മിക്കവാറും പലയിടത്തും പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം സാംബയിൽ കണ്ടു, അഖ്നൂറിൽ കണ്ടു, പ്രഗ്വാളിൽ കണ്ടു, രജൌരിയിൽ കണ്ടു. ഇങ്ങനെ വിവിധ അതിർത്തി മേഖലകളിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുകയും ഇവയെ ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ വിഭാഗം വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കെ പി സുരേഷ്. ഇത് നടക്കുമ്പോൾ കാര്യം വെടിനിർത്തലിനെ തുടർന്ന് ഈ ബ്ലാക്ക് ഔട്ട് എന്നുള്ള സംവിധാനം പലയിടങ്ങളിൽ നിന്നും പിൻവലിച്ചിരുന്നു. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു അക്രമത്തിന് വീണ്ടും മുതിർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അമൃത്സറിൽ ഇത്തരം അസാധാരണമായ ചില ആക്ടിവിറ്റീസ് കണ്ടു എന്നുള്ള വാർത്ത വന്നതിനെ തുടർന്ന് ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം ഡൽഹിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഫ്ലൈറ്റ് പാത്ത് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് കാണിക്കാനാകും. ഇതിന്റെ ഫ്ലൈറ്റ് പാത്ത് ഇവിടെ നിന്ന് അയച്ചിരുന്നു. എന്തായാലും BSF വൃത്തങ്ങളും ഇത് സംബന്ധിച്ച സ്ഥിരീകരണം നൽകുന്നു. ആയുധധാരികളായി അല്ലെങ്കിൽ ആയുധം ഘടിപ്പിച്ച ഡ്രോണുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഇവയെ ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധം കൗണ്ടർ ഫയറിംഗ് നടക്കുകയാണെന്നുള്ള പതിവ് പോലെ തന്നെയാണ്, അതിശക്തമായ തിരിച്ചടിയിൽ തന്നെയാണ് ഭാരതത്തിന്റെ സൈന്യം നൽകുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ DGMO തലത്തിലുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് വെടിനിർത്തൽ ധാരണയിലെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും ധാരണയിലെത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു പ്രകോപനം ഉണ്ടാകുന്നത്. അതും രാത്രിയുടെ മറപറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചതുപോലെ തന്നെ അതിർത്തി ഗ്രാമങ്ങൾ, സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഡ്രോണുകൾ വർഷിച്ചതല്ലേ? തീർച്ചയായിട്ടും ഈ ഡ്രോണുകൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നതിന് 2 ഉദ്ദേശം ഉണ്ട് കെ പി. ഒന്ന് നിരീക്ഷണം, 2 ആക്രമണം. ഇവിടെ ഇതുവരെ തുടക്കത്തിൽ പ്രത്യക്ഷപ്പെട്ട പല ഡ്രോണുകളും നിരുപദ്രവകരമായിരുന്നു. അതല്ലെങ്കിൽ വിദേശത്ത് പലപ്പോഴും നമ്മുടെ സൈനിക വൃത്തങ്ങൾ തന്നെ പരിഹസിച്ചിരുന്നു പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയ ഡ്രോൺ. പക്ഷേ ആയുധം ഘടിപ്പിച്ച ഡ്രോണുകളും പാകിസ്ഥാന്റെ പക്കലുണ്ട് എന്നുള്ളത് വ്യക്തമായിരുന്നു. മാത്രമല്ല ആയുധമില്ലാത്ത ഡ്രോണുകൾ, ഉദാഹരണത്തിന് JNTP സംഘം പഠാൻകോട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് ആകാശം ഘടിപ്പിച്ച ഡ്രോൺ ആണെന്ന് കരുതുന്നില്ല. പക്ഷേ ഇതിന് പല ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നാണ് സൈനിക വൃത്തങ്ങൾ നമ്മോട് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഭാരതത്തിന്റെ വ്യോമ പ്രതിരോധ അല്ലെങ്കിൽ കൗണ്ടർ ഒഫൻസീവ് കേപ്പബിലിറ്റി ഒന്ന് പരീക്ഷിക്കുക. അതല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ്, ഏതൊക്കെ ആംഗിളുകളിൽ നിന്നാണ്, ഏതൊക്കെ പ്രദേശത്ത് നിന്നാണ് ഡ്രോണുകളെ ലക്ഷ്യമിട്ട് ആക്രമണം അല്ലെങ്കിൽ ഫയറിംഗ് ഉണ്ടാവുക, ഇത് തിരിച്ചറിയാൻ. ഇതുമല്ലെങ്കിൽ ഈ ആമറി, നമ്മുടെ ഈ ആയുധശേഖരം തകരുമോ എന്നറിയാൻ ഒക്കെ ആയിട്ടുള്ള, അതുമല്ലെങ്കിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ, ഇങ്ങനെ പലവിധ തന്ത്രങ്ങളുണ്ട്. ഇതിനിടയിൽ സൗകര്യപൂർവ്വമാണ് ഇവർ ആയുധം ഘടിപ്പിച്ച ആംഡ് ഡ്രോൺസ് എന്ന് പറയാവുന്ന ഡ്രോൺസ് പറത്തിവിടുന്നത്. എന്തായാലും എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ രാത്രി ശാന്തമായിരുന്നു. വെടിനിർത്തൽ പൂർണ്ണ അർത്ഥത്തിൽ നിലവിൽ വന്നു. ആകാശത്ത് ഡ്രോണുകളോ അതിർത്തിയിൽ പ്രകോപനപരമായ ഫയറിങ്ങോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഷെല്ലിങ്ങോ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്നു രാത്രി തന്നെ വീണ്ടും അവർ ഡ്രോണുകളുമായി ഭാരതത്തിന്റെ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ്. വ്യോമാതിർത്തിയിൽ
പ്രത്യക്ഷപ്പെട്ടു എന്നല്ല, വ്യോമ അതിർത്തി ലംഘിക്കാൻ ഒന്നിലധികം തവണ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. പ്രാഗ്വാൾ മേഖലയിൽ 60ഓളം ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. കൗണ്ടർ ഫയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പൊ ധാരണ തെറ്റിച്ച് രാത്രിയുള്ള ആക്രമണത്തിന്, പ്രകോപനത്തിന് വീണ്ടും മുതിരുന്നു എന്നുള്ള വാർത്തയാണ് ജമ്മു മേഖലയിലെ അതിർത്തി പ്രദേശത്ത് നിന്ന് ജനൻ TV പ്രേക്ഷകർക്കായി നമുക്ക് അറിയിക്കാൻ ഉള്ളത്. എന്തായാലും പാകിസ്ഥാൻ വീണ്ടും രാത്രിയിൽ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള തിരിച്ചടി ലഭിക്കുകയും രാജ്യാന്തര തലത്തിൽ ഒറ്റപ്പെടുകയും ഒടുവിൽ വെടിനിർത്തൽ കരാറിന് വഴങ്ങുകയും ചെയ്ത ശേഷം ഏറ്റവും ഒടുവിൽ ഇന്ന് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടന്ന ചർച്ചയും ധാരണയും ലംഘിക്കുന്ന രീതിയിലാണ് ഒരു പക്ഷേ പാകിസ്ഥാന്റെ പൊള്ളത്തരവും ഭാരതത്തിന്റെ കരുത്തും വിളിച്ചോതുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രത്തോടായി നടത്തിയ അഭിസംബോധന അവിടെ അവരുടെ മുറിവുകളിൽ ഒരു പക്ഷേ കൂടുതൽ മുളക് ഏൽപ്പിച്ചിരിക്കാം. അതല്ലെങ്കിൽ അവരുടെ അപമാന ഭാരം കൂടിയിരിക്കാം, അവരുടെ അപകർഷതാബോധം കൂടിയിരിക്കാം. അതുകൊണ്ട് കൂടിയാണോ എന്നറിയില്ല. അതുമല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വവും ഔദ്യോഗിക സൈനിക നേതൃത്വവും ഒന്ന് പറയും, പക്ഷേ അതിർത്തിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഭീകരന്മാരാണോ, അതോ ഭീകരന്മാരെ പിന്തുണയ്ക്കുന്ന ISI ആണോ, അതോ മറ്റൊരു അച്ചുതണ്ടാണോ എന്നുള്ളതാണ് നമുക്ക്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ പ്രകോപനം ആവർത്തിക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകും. ഒന്ന്, അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള വിഷയം. മറ്റൊന്ന്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കൃത്യമായിരുന്നു, കണിശമായിരുന്നു. ഭാരതം ഇനി നോക്കി നിൽക്കില്ല, ഭാരതം ഇനി ചർച്ചയ്ക്കുണ്ടാകുന്ന പാക് അധിനിവേശ കാശ്മീർ വിഷയത്തിലും ഭീകരതയുമായിട്ടുള്ള വിഷയത്തിലും മറിച്ചൊന്നും ഞങ്ങൾ നോക്കില്ല, അത്രയ്ക്ക് തിരിച്ചടിയാണ്, ആ തിരിച്ചടി താങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന തരത്തിലുള്ള വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതിനു മുമ്പ് സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തിലും അവർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ തുടരുക തന്നെ ചെയ്യും. അതായത് ഭീകരതയ്ക്കെതിരെ ഒരു സന്ധിയും ഉണ്ടാകില്ല, ഭീകരർ ഭാരതത്തിനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുകയാണെങ്കിൽ, പോറലേൽപ്പിക്കുകയാണെങ്കിൽ കനത്ത പ്രഹരമുണ്ടാകും. ഇതിന് പിന്നാലെ ഉണ്ടാകുന്ന ഈ അതിക്രമം, ഈ പ്രകോപനത്തിന് പലതരത്തിലും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമല്ലേ? തീർച്ചയായിട്ടും KP, കാരണം പാകിസ്ഥാൻ എല്ലാ തരത്തിലും എന്തൊക്കെ വീരവാദം മുഴക്കിയാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ എല്ലാ തരത്തിലും പരാജിതരുടെ രൂപവും ഭാവവും അണിഞ്ഞു നിൽക്കുകയാണ്. കാരണം ആക്രമിക്കുന്നത് പോയിട്ട് പ്രത്യാക്രമണത്തിനോ പ്രതിരോധത്തിനോ പോലും കഴിയാത്ത വിധം ആക്രമണം, പ്രത്യേകിച്ച് ബ്രഹ്മോസ് കടന്നു കയറിയത് പാകിസ്ഥാന്റെ എയർബേസുകളിൽ, പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളിൽ, വ്യോമസേനയുടെ കേന്ദ്രങ്ങളിൽ അവരുടെ റൺവേകളടക്കം അടിച്ച് തകർത്തിരിക്കുകയാണ്. ഇക്കാര്യം വളരെ വ്യക്തമായി ഭാരതം വിളിച്ചു പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആക്രമണത്തിനോ പേരിനൊരു പ്രത്യാക്രമണത്തിനോ ഇനി ഭാരതം ആക്രമിച്ചാൽ പ്രതിരോധിക്കാനോ പോലും കഴിയാത്ത വിധം പാകിസ്ഥാന്റെ വ്യോമ മേഖല തകർത്തിരിക്കുന്നു. മറുഭാഗത്ത് പാകിസ്ഥാന്റെ പടിഞ്ഞാറ് നിന്ന് പറന്നുയരാം അവിടത്തെ വ്യോമ കേന്ദ്രങ്ങളിൽ നിന്ന് എന്നൊരു ധാരണയുണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് അനങ്ങാൻ കഴിയാത്ത വിധം കൂട്ടിട്ട് ഭാരതത്തിന്റെ നാവികസേന നിലയുറപ്പിച്ചിരുന്നു അറബിക്കടലിൽ. ഇങ്ങനെ നാല് ഭാഗം കൂട്ടുകയും അവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും കീ ആയിട്ടുള്ള, ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമസേനാ കേന്ദ്രങ്ങൾ, എയർ റൺവേകളടക്കം തകർത്തു തരിപ്പണമാക്കിയ ശേഷമാണ് വെടിനിർത്തലിന് വേണ്ടി കീണപേക്ഷിച്ചതും രാജിയായിരുന്നു എന്ന് തന്നെയാണ് ഭാരതത്തിന്റെ സൈനിക വക്താക്കൾ പറയുന്നത്. ഏതായാലും പാകിസ്ഥാൻ ഇതിനെല്ലാം ശേഷവും, ഇത്തരത്തിലൊരു ധാരണയുണ്ടാക്കിയ ശേഷവും വീണ്ടും പ്രകോപനത്തിന് മുതിർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഇവയെ തകർക്കാനുള്ള കൗണ്ടർ ഫയറിംഗ് നടത്തി.